ഹലോ, ജോജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2 എഗ് റെസിപ്പീസാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 എഗ് റെസിപ്പീസ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ 2 ടേസ്റ്റി ആയിട്ടുള്ള എഗ് റെസിപ്പീസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 കോഴിമുട്ടയിലേക്ക് സവാള കട്ട് ചെയ്തതും പച്ചമുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങ ചെരുവിയതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ തേങ്ങ ചെരുവിയതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വലിപ്പത്തിലേക്ക് നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ തേങ്ങ ചെരുവിയത് ആഡ് ചെയ്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള മുട്ടയും ആ മിക്സ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ ചെരുവിയത് കൂട്ടിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവാനായിട്ട് നോർമൽ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇത്തിരി സമയമെടുക്കും. അപ്പോൾ ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണം ഇതിനെ നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങ നല്ലപോലെ ഒന്ന് ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ ആയപ്പോൾ ജോജുമ ഒന്ന് ട്രൈ ചെയ്തു മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ മറിച്ചിട്ട സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിയായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇതിൽ തേങ്ങയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ച് വേണം മറിച്ചിടാൻ വേണ്ടി. ഒന്ന് നന്നായിട്ട് ഉള്ളു വെന്തിട്ട് വേണം മറയ്ക്കാനായിട്ട്. അപ്പോൾ അടച്ച് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ശരിയാക്കി എടുക്കണം. പക്ഷേ ഒരു തവണ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ പൊട്ടാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു. അങ്ങനെ രണ്ടാമതും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉള്ളൊന്ന് വേവിച്ചെടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ തേങ്ങ ആഡ് ചെയ്യുമ്പോൾ ഓംലെറ്റിനൊരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നല്ലൊരു ഫ്ലേവറും കിട്ടുന്നുണ്ട്. നല്ല സ്മെല്ലാണ് ഈ ഒരു ഓംലെറ്റിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കി നോക്കണേ. ഇനി അടുത്തതായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഓംലെറ്റ് എഗ്ഗ് വെച്ചിട്ട് തന്നെയുള്ള ഈ ഓംലെറ്റ് പോലെ വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് അതിനെ നമ്മൾ സ്നാക്കാക്കി മാറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റും എഗ്ഗും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെയുള്ളൊരു കുഴിയുള്ള ഒരു ഡിഷ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് 2 ഓംലെറ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓംലെറ്റ് മീൻസ് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റീമറിലേക്ക് ഈ പാത്രം വെളിച്ചെണ്ണ തൂവിയിട്ടുള്ള ഡിഷ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച്
ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്തും ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് കുത്തി നോക്കുന്ന സമയത്തും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളതിനെ ഇതേപോലെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിതിനെ മുക്കി പൊരിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കിയിട്ട്, മൈദയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബ്രെഡ് ക്രംസ് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നമുക്കത് വെളിച്ചെണ്ണയിലോ ഓയിലിലോ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ബ്രൗൺ കളറാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള 2 റെസിപ്പീസ്. കണ്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കളറിലാണ് നമ്മളിതിനെ റെഡിയാക്കിയിട്ട് കോരിയെടുക്കുക. ഒട്ടും എണ്ണ പിടിച്ചിട്ടുണ്ടാവില്ല അതിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.